സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോക്കനട്ട് മിൽക്ക് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചായയ്ക്ക് പകരം കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കാം. ശർക്കര മുഴുവനായി ഇടരുത്. അത് എപ്പോഴും ഉരുക്കി അരിച്ച് വേണം എടുക്കാൻ. അതിൽ അഴുക്കുകൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ശർക്കരയിലുള്ള അഴുക്ക് അതിൽ കലരും. ഇനി അരമുറി തേങ്ങയുടെ പാലെടുത്ത് മാറ്റിവെക്കാം. ഒന്നാം പാലാണ് എടുത്ത് മാറ്റിവെക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവ് എങ്ങനെയെന്ന് നോക്കാം. കാൽ ഗ്ലാസ് ഒന്നാം പാലും കാൽ ഗ്ലാസ് വെള്ളവുമാണ് എടുക്കേണ്ടത്. രണ്ട് ടീസ്പൂൺ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇത് പഴയ മുത്തശ്ശിമാരിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ഒന്ന് ഇളക്കിയ ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം.
ഇത് പഴയ കാലങ്ങളിൽ ചായയ്ക്ക് പകരം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇളക്കിക്കൊണ്ടിരിക്കും. കൂടുതൽ ചൂടായാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളമെടുത്ത് വേണം പിഴിഞ്ഞെടുക്കാൻ. ഇത് കൊച്ചു കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളി ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലായതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. കഴിക്കാനും നല്ല സ്വാദാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെറുതായി ചൂടാകാൻ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല വെള്ളമെടുത്ത് വേണം ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ദിവസേന ഇത് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ശർക്കരയ്ക്ക് പകരം തേനോ ചക്കരയോ എന്താണ് വേണ്ടതെങ്കിൽ ഇടാം. ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ്.
ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.